ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ ആൻസർ. അപ്പോൾ ഇത് 2024 മാർച്ച് നടന്ന എക്സാമിൻ്റെ ആൻസർ. ഇതിൻ്റെ മലയാളം മീഡിയം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ 2024 മാർച്ച് നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആനുവൽ എക്സാം 2024 എന്ന വേറൊരു പ്ലേലിസ്റ്റിലും ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും 6ാം ക്ലാസ്സിലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഈ എക്സാം 3 വിഭാഗമായിട്ടാണ് നടക്കുക, 3 സെക്ഷനായിട്ടാണ്. ഈച്ച് സെക്ഷൻ ക്യാരീസ് 15 സ്കോർസ്. ഓരോ സെക്ഷനും 15 മാർക്ക് വീതമാണുള്ളത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മുടെ ജനറൽ നോളേജും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കങ്ങനെ ബൈ ഹാർട്ടൊന്നും പഠിക്കാനില്ല ഈ എക്സാമിന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ക്വസ്റ്റ്യൻസ് 1 to 5 ആൻസർ എനി 4, ഓരോ മാർക്ക് വീതമാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പോസ്ചറൽ ഡെഫോമിറ്റി. ഇതിലേതാണ് ശാരീരിക വൈകല്യമുള്ളതെന്ന്. ഇവിടെ കോൾഡ്, ക്യാൻസർ, എയ്ഡ്സ്, ലോ ഡോസിസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഡോസിസ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് കൺട്രി ഡിഡ് ഫാസ്റ്റസ്റ്റ് സ്പോർട്സ് പേഴ്സൺ ഉസൈൻ ബോൾട്ട് റെപ്രസെൻറ്റ്സ് ഇൻ ദ ഒളിമ്പിക്സ്. ഉസൈൻ ബോൾട്ട് ഏത് രാജ്യക്കാരനാണെന്നാണ്? ജമൈക്ക. ഒളിമ്പിക്സ് ഈസ് ഹെൽഡ് എവറി ഡാഷ് ഇയേഴ്സ്. ഒളിമ്പിക്സ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. എ സ്പോർട്സ് ഇവൻറ്റ് ഹെൽഡ് ഇൻ ദ എയർ ഈസ്. എയറിൽ നടക്കുന്ന ഒരു സ്പോർട്സ് ഇവൻ്റാണ് പാരാഗ്ലൈഡിങ്. ദ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഹൈറ്റ് സയൻറ്റിഫിക്കലി ഏതാണ്? സ്റ്റെഡിയോമീറ്റർ. ഓക്കെ, ഇനിയുള്ള ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതമാണ്. 4 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ആൻസർ എനി 4 സ്പോർട്സ് ഈവൻറ്റ്സ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ വാട്ടർ. വാട്ടറിൽ നടക്കുന്ന 4 സ്പോർട്സ് ഈവൻറ്റ്സ് എഴുതാം. എന്താണ്? സ്വിമ്മിങ്, കനോയിങ്, കയാക്കിംഗ്, പാരാസൈലിംഗ് എന്നൊക്കെ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ ടോപ്പിക് സ്പോർട്സ് ഹെൽപ്പ് ടു ഇൻക്രീസ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു നോട്ട്സ് എഴുതാനാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എക്യുപ്മെൻറ്റ്? മെഡിസിൻ ബോൾ. മെഡിസിൻ ബോളിൻ്റെ ഉപയോഗം എന്താണ്? ഓക്കെ, ഇനി അടുത്ത, ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് പ്രാക്ടീസിങ് വജ്രാസന. എങ്ങനെയാണ് വജ്രാസന പ്രാക്ടീസ് ചെയ്യുന്നത്? ഇനി അടുത്തത് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ കനോയിങ് എന്ന് പറയുന്നത് ജലത്തിൽ നടക്കുന്ന ഒരു സ്പോർട്സ് ഇവൻ്റാണ്. ഐസ് ഹോക്കി ഐസിൽ തന്നെ. പാരാഗ്ലൈഡിങ് എവിടെയാണ്? എയറിലാണ്. ലോങ് ജമ്പ് ലാൻഡിൽ. ഓക്കെ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് ഡിസ്നസ്? റൈറ്റ് ദ ഫസ്റ്റ് എയ്ഡ് ഓൾസോ. ഓക്കെ, തലചുറ്റലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്? വിച്ച് ആർ ദ 4 എക്സസൈസ് ദാറ്റ് ഹെൽപ്പ് ടു ഇംപ്രൂവ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്? അപ്പോൾ അതിനുള്ള എന്താണ് എക്സസൈസ് ഏതൊക്കെയാണ്? ജോഗിങ്, വാക്കിങ്, എയറോബിക്സ് എക്സസൈസ്, യോഗാസന. ഓക്കെ, ഇനി അടുത്തത് ആർട്ട് എഡ്യൂക്കേഷനാണ്. 1 to 6 ആണ്. ആൻസർ എനി 4 ആണ്. ദ ടേം Impressionism was derived from the painting The Impression Sunrise. Who painted this? ആരാണ് ഇത് പെയിൻറ്റ് ചെയ്തത്? ആരാണ്? ക്ലോത്ത് മോണെ ആണ് ഇത് പെയിൻറ്റ് ചെയ്തത്. ഫസ്റ്റ് തന്നെ ആൻസർ. ഡാഷ് ഈസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് പിച്ച്. എന്താണ്? തമ്പുരു. ഇനി അടുത്ത, ഐഡൻറ്റിഫൈ ദ ഡാൻസ് ഫോം ഓഫ് കേരള ഫ്രം ദോസ് ഗിവൺ ബിലോ. മോഹിനിയാട്ടമാണ് കേരളയുടെ തനത് കലാരൂപം. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ദ ഇമോജി ഗിവൺ ബിലോ? എന്താണ്? സോറോ ആണ്, ദുഃഖമാണല്ലേ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫേമസ് സ്കൾപ്ചർ? ഏതാണ്? ശില്പകാരൻ ആരാണ്? കാനായി കുഞ്ഞിരാമൻ. ഐഡൻറ്റിഫൈ ദ ഫേമസ് മ്യൂസീഷ്യൻ ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ. ഇതാരാണ്? SPB ആണ്, SP ബാലസുബ്രഹ്മണ്യം. ഇനി അടുത്ത 7 to 11 ആൻസർ എനിത്തിങ്. വാട്ട് ആർ ദ 2 മെയിൻ തിങ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സിംഗിങ് അലോൺ ആൻഡ് വൈൽ സിംഗിങ് ഇൻ ഗ്രൂപ്പ്? ഗ്രൂപ്പായി സിംഗ് ചെയ്യുമ്പോഴും അതേപോലെ ഒറ്റയ്ക്ക് സിംഗ് ചെയ്യുമ്പോൾ എന്താണ് തമ്മിലുള്ള ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? ഇനി റൈറ്റ് 2 സ്റ്റേജസ് ഇൻ ഡേ ക്ലേ സ്കൾപ്ചർ മേക്കിംഗ്. ഞാൻ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഒഫീഷ്യൽ ഓഫ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഗിവൺ ബിലോ. എന്താണ്?
വീണയാണല്ലേ. ബി ഗിറ്റാർ, ഇത് മൃദംഗം, ഇത് ഇടയ്ക്ക. വിച്ച് ക്യാരക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റ് ഓൺ ദി സ്റ്റേജ് വൈ കൊറിയോഗ്രാഫിങ് ഇടശ്ശേരിസ് പൂതപ്പാട്ട്. അപ്പോൾ 3 ക്യാരക്ടറാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലുള്ളത്. ഒന്ന് പൂതൻ, രണ്ടാമത്തേത് നെങ്ങേലി, മൂന്നാമത്തേത് ഉണ്ണി. ഇനി അടുത്തത് ഇമാജിൻ എ ഫ്ലവർ ഗാർഡൻ ഫുൾ ഓഫ് ബട്ടർഫ്ലൈ, ഡ്രോ ആൻഡ് കളർ ഇറ്റ്. വെരി സിമ്പിൾ. ഇമാജിൻ ആൻഡ് റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 ഫ്രണ്ട്സ് ഹു ആർ മീറ്റിംഗ് ആഫ്റ്റർ എ ലോങ് ടൈം ഇൻ എ ബസ് സ്റ്റോപ്പ്. ഒരു ഫ്രണ്ട്സുകൾ കുറേ വർഷങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ എ ലോങ് ടൈം, കുറേ കാലത്തിന് ശേഷം മീറ്റ് ചെയ്യാണ് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. ഇനി അടുത്ത സെക്ഷനാണ് വർക്ക് എഡ്യൂക്കേഷൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്ലാന്റ്സ് കനോട്ട് ബി പ്രൊപ്പഗേറ്റഡ് യൂസിങ് ദ ലെയറിംഗ് മെത്തേഡ്. ലെയറിംഗ് മെത്തേഡ് ഇല്ലാണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏതാണ്? വാഴയാണ്. ഓക്കെ, പ്ലാന്റ്. വിച്ച് അമംഗ് ദീസ് ഈസ് നോട്ട് എ ഓർഗാനിക് പെസ്റ്റിസൈഡ്. ഇതിൽ ഓർഗാനിക് പെസ്റ്റിസൈഡ് അല്ലാത്ത ഏതാണ്? എൻഡോസൾഫാൻ. വിച്ച് ഇസ് നോട്ട് എ മെഡിസിനൽ പ്ലാന്റ്. മെഡിസിനൽ പ്ലാന്റ് അല്ലാത്തത് ഏതാണ്? ഇതാണ് മെഡിസിൻ പ്ലാന്റ് അല്ലാത്തത്. തുളസി, അലോവേരയും നീമൊക്കെ എന്താണ്? മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡ്രസ് മേക്കിംഗ് ടെക്നിക്ക്. ഒറിഗാമിയാണ്. വിച്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ് ഈസ് യൂസ്ഡ് ഫോർ മാർബിളിംഗ് ദ ഗ്രീറ്റിംഗ് കാർഡ്സ്. ഗ്രീറ്റിംഗ് കാർഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? മാർബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനാമൽ പെയിൻ്റാണ്. വാട്ട് മെത്തേഡ്സ് വി അഡോപ്റ്റ് ടു ഐഡൻറ്റിഫൈ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഇൻ എ ഗാർഡൻ. അപ്പോൾ മെഡിസിനൽ പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഗാർഡനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടൊരു സ്ഥലം, ഒരു നെറ്റ് കൊണ്ടുള്ളൊരു കോമ്പൗണ്ടൊക്കെ കെട്ടിയിരിക്കും. അതേപോലെ അതിൻ്റെ പേര് എഴുതിയിരിക്കും അല്ലേ. ഓക്കെ. ഇനി അടുത്തത് ഐഡൻറ്റിഫൈ ദ പിക്ചേഴ്സ് അമംഗ് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇത് എന്തൊക്കെയാണ്? ഇത് ഒന്ന് എന്താണ്? ഓഫീസ് ഫയലാണ്. രണ്ടാമത്തെ ഫ്ലെക്സി ഫയലാണ്. ഇത് ഓഫീസ് എൻവലപ്പാണ്. മൂന്നാമത്തെ റൈറ്റിംഗ് ബോർഡാണ്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ് ബഡ്ഡിങ്. ബഡ്ഡിങ് ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? ഹിബിസ്കസുമായിട്ട് കണക്റ്റഡ് ആണ്. മെഡിസിനൽ പ്ലാൻ ഏതാണ്? അലോവേരയാണ്. സ്റ്റെൻസിൽ ഡിസൈനിങ് എന്താണ്? എക്സ്റേ ഷീറ്റാണ്. ഓക്കെ. ഐ ലീഫ് എന്ന പേപ്പർ ക്യാരി ചെയ്യും. ഓക്കെ. ഇനി അടുത്തത് ഓർഗാനിക് പെസ്റ്റിസൈഡ്. എന്തൊക്കെയാണ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്ന് എഴുതാനാണ്. ഓക്കെ. ഇനി നീമെമൽഷനൊക്കെ അതേപോലെ ഓർഗാനിക് ഇതാണ്. ഓക്കെ. റൈറ്റ് ദ നെയിംസ് ഓഫ് 4 വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വെജിറ്റബിൾ പ്രിൻറ്റിങ്. വെജിറ്റബിൾ പ്രിൻറ്റിങ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ? ലേഡീസ് ഫിംഗർ ഉപയോഗിക്കും, ടൊമാറ്റോ ക്യാരറ്റ് ഉപയോഗിക്കും, അതേപോലെ തന്നെ പൊട്ടറ്റോ ഉപയോഗിക്കും. ഓക്കെ. ഇനി അടുത്ത ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓർഗാനിക് പെസ്റ്റിസൈഡ് ടുബാക്കോ ഡിക്കോഷൻ. ടുബാക്കോ ഡിക്കോഷന് ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് എഴുതാനാണ്. ഇനി ഡിസ്ക്രൈബ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓർഗാനിക് മാനുവേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. റൈറ്റ് 2 എക്സാമ്പിൾസ് ഈച്ച്. അപ്പോൾ ഇതോടുകൂടി ഈ 3 സെക്ഷനും കഴിയുകയാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് കാണാപ്പാഠം പഠിക്കാനൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.